നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഡാലിയ. പ്രധാന വാർത്തകൾ. കാസർഗോട്ടുകാരെ കുപ്പത്തൊട്ടിയായി കണ്ടിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അച്ചടക്ക നടപടിക്ക് വിധേയരായവരെ കാസർഗോട്ടേക്ക് തള്ളുന്നുവെന്ന വാദം ശരിയല്ലെന്നും ചെന്നിത്തല. രോഹിത് വേമുലയുടെ ആത്മഹത്യ പ്രതിഷേധം കത്തുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് SFI. മതസൗഹാർദ്ദത്തിന് ഉദ്യാവാരയുടെ മാതൃക. ഉറൂസിന് വിഭവങ്ങളുമായി ക്ഷേത്ര ഭാരവാഹികൾ. ശമ്പള കമ്മീഷനിൽ അപാകതയുണ്ടെന്ന് ആക്ഷേപം. അധ്യാപകരും ജീവനക്കാരും പ്രകടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. അച്ചടക്ക നടപടിക്ക് വിധേയരായവരെ കാസർഗോട്ടേക്ക് തള്ളുന്നുവെന്ന വാദം ശരിയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വിദ്യാനഗറിൽ നിർമ്മിച്ച സായുധ സേനാ ക്യാമ്പിലെ ക്വാർട്ടേഴ്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സായുധ സേനയിലെ സീനിയോറിറ്റി തർക്കത്തിന് ഉടൻ പരിഹാരം കാണുമെന്നും രമേശ് ചെന്നിത്തല. ആഭ്യന്തര മുഖ്യമന്ത്രി നിലവിളക്ക് തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യും. പോലീസ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സേനയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുറ്റങ്ങളൊക്കെ അവർക്കുണ്ടാകും, അതൊക്കെ മനുഷ്യ സ്വാഭാവികമാണ്. പക്ഷെ എല്ലാവരും നല്ലവരാണ് എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. കുറ്റം ആരെങ്കിലും ചെയ്താൽ കുറ്റത്തിന് ഗ്രാവിറ്റി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, നടപടി സ്വീകരിക്കും. അതുകൊണ്ട് കാസർഗോഡ് ജില്ല ഇന്ന് കേരളത്തിലെ ഒരു മോഡൽ ജില്ലയാക്കി, പോലീസിൽ ഒരു മോഡൽ ജില്ലയാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും. കാസർഗോഡിനെയോ മറ്റു ജില്ലകളെയോ അപമാനിക്കുന്ന തരത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ വ്യാജ പ്രചരണമാണ് നടന്നതെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അടുത്ത ദിവസങ്ങളിൽ ചില ട്വിറ്ററിലും അവിടെ ഇവിടെയൊക്കെ ചില വാർത്തകൾ നമുക്ക് ശരിയല്ല. ചെയ്താലും കുറ്റം ചെയ്ത് പോലീസിനുള്ള കുഴപ്പം അതാണ്. പോലീസുകാർ ഒരു കാര്യം ചെയ്താൽ കുഴപ്പം, ചെയ്തില്ലേ കുഴപ്പം. അതിൻ്റെ കുഴപ്പം എനിക്കും വരുന്നുണ്ട്. കാരണം നമ്മുടെ കാര്യം ചെയ്താൽ, ഇപ്പോൾ ഒരാൾ കുറ്റം ചെയ്ത ഒരാളിനെ മാറ്റിയാൽ കുഴപ്പം, മാറ്റിയില്ലെങ്കിൽ കുഴപ്പം. അപ്പോൾ പോലീസ് പ്രവർത്തിക്കുന്നത് നൂൽപാലത്തിലൂടെയാണ്. നിലവിലുള്ള ഒസ്തുർഗ് പോലീസ് സർക്കിൾ ഉപയോഗിച്ച് പുതുതായി ബേക്കൽ സർക്കിൾ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ ജില്ലകളിൽ പോലീസ് സേനയ്ക്കുള്ളത് പഴകിയ വാഹനങ്ങളാണ്. ഈ സ്ഥിതി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വടക്കൻ കേരളത്തിലേക്ക് മാത്രമായി 450 പുതിയ വാഹനങ്ങൾ വാങ്ങിക്കും. പോലീസുകാരുടെ അപകട ഇൻഷുറൻസ് പദ്ധതി ഫെബ്രുവരിയിൽ നടപ്പിലാക്കും. പോലീസ് സേനയിലെ വനിതാ പ്രാതിനിധ്യം നിലവിലുള്ള 5-ൽ നിന്ന് 6% ഉയർത്തി. 10% ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്നലെ ഒരു സുപ്രധാനമായ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കാസർഗോഡ് തന്നെ അനൗൺസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പുരുഷന്മാർക്കുണ്ടായിരുന്നതിൽ നിന്ന് 1% വീണ്ടും ഞാൻ വനിതാ പോലീസുകാർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ആരും കൈയടിക്കത്തില്ല, പുരുഷന്മാരാണല്ലോ കൂടുതൽ, സ്ത്രീകൾ വളരെ കുറവാണ്. കാരണം 1% എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1000 ഒഴിവ് വന്നാൽ 100 പേര് കിട്ടത്തക്ക മതി. അപ്പോൾ അങ്ങനെ വനിതാ പോലീസുകാരുടെ എണ്ണം ഞാൻ ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഏതാണ്ട് 3.5%, ഇന്ന് 6% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ലക്ഷ്യം 10% വർദ്ധിപ്പിക്കാനുള്ള. പുരുഷന്മാരെ പോലെ തന്നെ ജോലി ചെയ്യാൻ മിടുക്കരാണ് സ്ത്രീകളും. ചടങ്ങിൽ നെല്ലിക്കുന്നി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി രോഹിത് വേമുലയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് SFI മാർച്ച് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. DYFI ജില്ലാ സെക്രട്ടറി K. മണികണ്ഠൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥി രോഹിത് വേമുലയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്ന് DYFI ജില്ലാ സെക്രട്ടറി K. മണികണ്ഠൻ പറഞ്ഞു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവകലാശാല
ജില്ലാ പ്രസിഡന്റ് കെ മഹേഷ് അധ്യക്ഷനായി. ശ്രീജിത്ത് രവീന്ദ്രൻ, സിദ്ധാർത്ഥ്, നസറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മതസൗഹാർദ്ദത്തിന് പുതിയ മാനങ്ങൾ നൽകി മഞ്ചേശ്വരം ഉദ്യാവരയിലെ 1000 ജമാഅത്തും മാട അറസ് മഞ്ചസ്റ്റർ ദേവസ്ഥാനവും. ജമാഅത്തിലെ ഉറൂസിന് വേണ്ട വിഭവങ്ങളുമായി എത്തിയ ക്ഷേത്ര കമ്മിറ്റിക്ക് സ്നേഹോഷ്മള സ്വീകരണം നൽകി. വ്യാഴാഴ്ചയായിരുന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കാഴ്ചകളുമായി ജുമാഅത്തിലെത്തിയത്. ജുമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അത്താവുള്ള തങ്ങളുടെ നേതൃത്വത്തിൽ ക്ഷേത്രസ്ഥാനികരെ സ്വീകരിച്ചു. ക്ഷേത്ര കമ്മിറ്റിക്കാർ പള്ളിയിലെ ദർഗയിൽ സന്ദർശനം നടത്തി. അത്താവുള്ള തങ്ങൾക്ക് പുറമെ പള്ളിക്കുഞ്ഞി ഹാജി, മോനു ഹാജി, അനീസ് എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരൽ ശ്ലാഘനീയമാണ്. മാട ക്ഷേത്രത്തിൽ ഉത്സവമടക്കമുള്ള വിശേഷ ദിവസങ്ങളിൽ പള്ളി കമ്മിറ്റിക്കാർക്ക് ഇരിക്കാൻ പ്രത്യേകം ഇരിപ്പിടം തയ്യാറാക്കിയതും മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകുന്ന ഒന്നാണ്. വർഷങ്ങളായി 1000 ജമാഅത്തും മാട ക്ഷേത്രവും നല്ല സഹകരണത്തിലാണ് നിലനിന്ന് പോന്നിട്ടുള്ളത്. ഇവിടെ ജാതിക്കോ മതത്തിനോ സ്ഥാനമില്ല. പകരം മനുഷ്യസ്നേഹത്തിനാണ് പരമമായ സ്ഥാനം. ಪುರಾತನ ಕಾಲದಿಂದಲೇ ನಡೆದುಕೊಂಡು ಬಂದಂತಹ ಆ ಒಂದು ದೈವದತ್ತವಾದ ಒಂದು ಬಂಧ ಈಗಲೂ ಕೂಡ ಮುಂದುವರಿಯುತ್ತಾ ಬಂದಿದೆ. ಮುಂದಿನ ಪೀಳಿಗೆಯೂ ಕೂಡ ಇದನ್ನು ನಾವು ನೀಡಬೇಕಾಗಿದೆ. ಈ ಸಂದೇಶ ಬಹಳ ಸ್ಪಷ್ಟ. ಇಲ್ಲಿ ಹಿಂದೂಗಳು, ಮುಸಲ್ಮಾನರು ಸಹೋದರರು, ಸಹೋದರಿಯರು. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇന്ദിര ആവാസ് യോജനയിൽ അപേക്ഷ നൽകിയ പട്ടികവർഗ കുടുംബങ്ങളുടെ ലിസ്റ്റ് സമർപ്പിക്കാൻ തീരുമാനമായി. കേന്ദ്രാവിഷ്കൃത ഗ്രാമവികസന പദ്ധതിയുടെ ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം ചേർന്നത്. സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ പ്രകടനം നടത്തി. ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത പുതുക്കിയ ശമ്പള സ്കെയിൽ കുത്തനെ വെട്ടിക്കുറച്ചതിലും ജീവനക്കാരുടെ പ്രതിഷേധം. പ്രകടനത്തിൽ നിരവധി അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു. വ്യാഴാഴ്ചയായിരുന്നു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ശമ്പള കമ്മീഷൻ ഉത്തരവിലൂടെ ജീവനക്കാരെ വഞ്ചിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. NGO യൂണിയൻ നേതാവ് VC മാത്യു ഉദ്ഘാടനം ചെയ്തു. ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന് ഒരു തീരുമാനമെടുക്കാൻ വൈകുകയും ഇന്നലെ വളരെ പെട്ടെന്ന് മന്ത്രിസഭാ യോഗം അതിന്മേൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഒട്ടേറെ പത്രവാർത്തകൾ പലതരത്തിൽ വന്നിരുന്നു. ആ ശമ്പള കമ്മീഷന്റെ കൊടുത്തിട്ടുള്ള ശുപാർശകളെല്ലാം തന്നെ വളരെയധികം പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തത്. ഇന്നിപ്പോൾ സെറ്റോ സംഘടനകൾ ഈ ശുപാർശകളുടെ ഭാഗമായി, ഈ തീരുമാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ ജീവനക്കാർക്ക് 2000 മുതൽ അതിനപ്പുറത്തേക്ക് ആനുകൂല്യം കിട്ടുമെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു ശമ്പള പരിഷ്കരണം എന്നുള്ളത് ഇന്നൊരു 2000 രൂപയോ 4000 രൂപ ആനുകൂല്യം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമല്ല. ശമ്പള പരിഷ്കരണത്തിനും പെൻഷൻ പരിഷ്കരണത്തിനും 2014 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകും. പെൻഷൻകാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. അതേസമയം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത പുതുക്കിയ ശമ്പള സ്കെയിൽ കുത്തനെ വെട്ടിക്കുറച്ച് ജീവനക്കാരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. എ പവിത്രൻ, കെ നരേഷ് കുമാർ, ബി വിജേഷ്, KV പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു. ബദിയടുക്ക കന്യാന പഞ്ചിക്കൽ റൗളത്തുൽ ഉലൂം സെന്ററിന്റെ ശിലാസ്ഥാപനം ജനുവരി 23 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് നിർമ്മിച്ച ജുമാ മസ്ജിദിന്റെ 1ാം നിലയുടെ ഉദ്ഘാടനവും തദവസരത്തിൽ നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസല്യാരാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. ബദർ ജുമാ മസ്ജിദിന്റെ 1ാം നിലയുടെ ഉദ്ഘാടനം സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോലം നിർവഹിക്കും. 3 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ NA നെല്ലിക്കുന്ന് MLA, DYSP സുകുമാരൻ, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് CI CB തോമസ്, CPM നേതാവ് അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, BJP നേതാവ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് KN കൃഷ്ണഭട്ട്, മാഹിൻ കേളോട്ട്, ഖാദർ മാന്യ, ജഗന്നാഥ് ഷെട്ടി, അലി തുപ്പക്കൽ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കന്യാന പഞ്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നാം തുടങ്ങുന്ന റൗളത്തുൽ ഉലൂം എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കുമ്പോൾ
അതേ സ്ഥലത്ത് നേരത്തെ നിർമ്മിച്ച പള്ളിയുടെ മേലത്തെ നില ഉദ്ഘാടനം ബഹുമാനപ്പെട്ട KS ആറ്റക്കോയ തങ്ങൾക്ക് മുമ്പിൽ നിർവഹിക്കുന്നു. അതോടൊപ്പം അന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മഹാന്മാരായ ഒരുപാട് നേതാക്കളും സാംസ്കാരിക നേതാക്കളും രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുക്കുന്നതോടൊപ്പം ആ സമ്മേളനം വളരെ ബൃഹത്തായ ഒരു സമ്മേളനമായി മാറ്റുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് PS ആറ്റക്കോയ അൽബ ഹസൻ നേതൃത്വം നൽകും. ചടങ്ങിൽ നിരവധി മതപണ്ഡിതർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ PS ആറ്റക്കോയ തങ്ങൾ, AB മുഹിയുദ്ദീൻ സഅദി, NKM മഹ്ലരി, അഷ്റഫ് മൗലവി തുപ്പക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. മിയ പദ്വ് വിദ്യാവർദ്ധക ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ജനുവരി 23 ശനിയാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് നടക്കുക. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. മംഗലാപുരം കൽക്കൂറ പ്രതിഷ്ഠാന പ്രസിഡന്റ് പ്രദീപ് കുമാർ കൽക്കൂറ ഉദ്ഘാടനം ചെയ്യും. മീഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് ഷുക്കൂർ അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ವಿದ್ಯಾವರ್ಧಕ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯ ಸ್ವರ್ಣ ಮಹೋತ್ಸವ ಸ್ವರ್ಣ ಅಭಿಯಾನ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನಾ ಸಮಾರಂಭವು 2016 ಜನವರಿ 23ನೇ ತಾರೀಕಿಗೆ ಮಧ್ಯಾಹ್ನ ಮೇಲೆ 2:30 ಪ್ರಾರಂಭವಾಗಲಿದೆ. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹർഷാദ് വോർക്കാടി, DO വേണുഗോപാൽ തുടങ്ങിയവർ തദവസരത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജയപ്രകാശ് തൊട്ടിത്തോടി, സദാശിവ ഭട്ട്, രമേശ്, രാജാറാം റാവു തുടങ്ങിയവർ പങ്കെടുത്തു. തെമ്മർ അബ്ദുള്ള മെമ്മോറിയൽ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കുടുംബസംഗമം ജനുവരി 28 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 തലമുറകളുടെ സംഗമമാണ് സംഘടിപ്പിക്കുന്നത്. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കുടുംബസംഗമത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ വാർത്താ ബുള്ളറ്റിന്റെ പ്രകാശന കർമ്മം PB അബ്ദുറസാഖ് ML നിർവഹിക്കും. മുൻമന്ത്രി ചിറക്കളം അബ്ദുള്ള ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സീതാങ്കോളിയിലെ ABA ഓഡിറ്റോറിയത്തിലാണ് കുടുംബസംഗമം നടക്കുക. സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു 253 വർഷം പഴക്കമുള്ള ബേള ഹങ്കി മുഹമ്മദിന്റെ കുടുംബം. തലമുറകൾ പകർന്നു തന്ന സ്നേഹവും സംസ്കാരവും സമ്പത്തും മഹത്വവും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മുടെ ഈ തെമർ അബ്ദുള്ള മെമ്മോറിയൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. 6 വർഷം മുമ്പ് രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് വിവിധ പദ്ധതികൾ ഇതിലൂടെ കുടുംബത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും 1000-ലധികം വിദ്യാർത്ഥികൾക്ക്, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ പഠന സാമഗ്രികൾ നൽകാറുണ്ട്. ബാഗ്, പുസ്തകം ഉൾപ്പെടെയുള്ള. അതേപോലെ തന്നെ സ്കോളർഷിപ്പ് ഏർപ്പെടുത്താറുണ്ട്. ഈ കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാമ്പത്തികമായ അസൗകര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് നൽകാറുണ്ട്. 28-ാം തീയതി വ്യാഴാഴ്ച സീതാങ്കോളി ABA ഹാളിൽ വെച്ച് നടത്താൻ വേണ്ടി ഈ കാണുന്ന കാരണവന്മാർ കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ PH തെമ്മർ അബ്ദുറഹ്മാൻ, PH ഇബ്രാഹിം മുണ്ടിയത്തെടുക്ക, അസിൻ സഫ്വാൻ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലൈസൻമ മാത്യുവിന് നേരെയുള്ള അക്രമത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും IMA ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ ആശുപത്രിയുടെ പരിമിതികൾ മനസ്സിലാക്കുക. ധർണാ സമരം സിന്ദാബാദ്. ചെമ്മട്ടമ്പയിൽ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് നെൽസമ്മയുടെ ക്ലിനിക്കിലാണ് കഴിഞ്ഞ ദിവസം ഒരു സംഘം അക്രമം നടത്തിയത്. ക്ലിനിക്കിൽ നടത്തിയ അക്രമത്തെ ചൊല്ലിയാണ് KGMയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തിയത്. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിലെത്തിയ 4-അംഗ സംഘം കമ്പ്യൂട്ടർ ഉപകരണങ്ങളും മറ്റും അടിച്ചു തകർക്കുകയായിരുന്നു. ഡോക്ടർ നെൽസമ്മയുടെ പരാതിയിൽ പനയാൾ സ്വദേശി മണികണ്ഠൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതികളെ പിടികൂടിയില്ലെന്നാരോപിച്ചാണ് ഡോക്ടർമാർ മിന്നൽ പണിമുടക്കിൽ ഏർപ്പെട്ടത്. പക്ഷേ വേറൊരു ആശുപത്രിയിൽ പോവുകയും രോഗി പ്രസവിക്കുകയും ചെയ്തു. ആ കുട്ടിക്കും അമ്മയ്ക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനുശേഷം അവരുടെ ചിലവ് വന്നു. അവർ പ്രൈവറ്റ് ആശുപത്രിയിലാണ് കൊണ്ടുപോയി. ഞങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത പേഷ്യൻറ്റിനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയും അവിടെ വന്ന ചിലവായിരിക്കാം ഈ അക്രമത്തിന് കാരണം. അവർ വന്ന് തനിയെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറെ വീട്ടിൽ ചെല്ലുകയും വാതിലടച്ച് ഡോക്ടറെ നന്നായി അസഭ്യം പറയുകയും അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം അടിച്ചു പൊളിക്കുകയും
ഡോക്ടറെ വധിക്കുമെന്ന് ആക്ഷേപിക്കുകയും ചെയ്യുകയും അവിടെ പുറത്തു വന്ന് ഡോക്ടറുടെ വീടും കാറും ആക്രമിച്ച് പൊളിക്കുകയും ചെയ്തു. മണികണ്ഠന്റെ ഭാര്യ ലതയെ പ്രസവ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചപ്പോൾ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാൻ ഡോക്ടർ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് അക്രമത്തിൽ കലാശിച്ചത്. അക്രമം നടത്തിയ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ് KGMയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ നഗരം സുന്ദര നഗരം സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലായിരുന്നു സെമിനാർ നടന്നത്. സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വാസുകി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരത്തെ ശുചിത്വപൂർണ്ണമാക്കുന്നതിനായി നവീന മാതൃക സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. നൂതന ആശയങ്ങൾ കൊണ്ട് സമ്പന്നമായ സെമിനാറിൽ പങ്കെടുക്കാൻ സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വാസുകി എത്തി. ശുചിത്വ നഗരം സുന്ദര നഗരം സെമിനാർ കാഞ്ഞങ്ങാട്ട് നടന്നു. ഡോക്ടർ വാസുകി IAS സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ സെൻട്രലൈസ്ഡ് പ്ലാന്റ് എല്ലാ അഴുകുന്ന മാലിന്യങ്ങളും ഒരിടത്തിൽ വന്ന് ഇട്ട് അവിടെ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് വളമാക്കാമെന്ന് ആലോചിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? എത്ര പറഞ്ഞാലും നമ്മുടെ ജനങ്ങൾ സെഗ്രിഗേഷൻ ചെയ്യാൻ പോകുന്നില്ല. തിരിച്ചവിടെ പ്ലാസ്റ്റിക് വരും, റബ്ബർ ചപ്പൽ മുതൽക്കൊണ്ട് എല്ലാം വരും. ഞാൻ കണ്ടിട്ടില്ല. ഒരു കമ്പോസ്റ്റ് പ്ലാന്റ് പോയി ഇരുന്നാൽ മനസ്സിലാവും, എല്ലാം വരും. പ്ലാസ്റ്റിക് വരും, റബ്ബർ ചപ്പൽ വരും, ബാറ്ററി വരും, എല്ലാം വരും. പിന്നെ എങ്ങനെ കമ്പോസ്റ്റ് ചെയ്യാൻ കഴിയും? സോ സെഗ്രിഗേഷൻ നമുക്ക് 100% ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് വലിയ സെൻട്രലൈസ്ഡ് പ്ലാന്റ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ L സുലൈഖ, ഗംഗാ രാധാകൃഷ്ണൻ, TV ഭാഗീരഥി, മഹ്മൂദ് മുറിയനാവി, MP ജാഫർ, DV സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബദിയടുക്ക ജനമൈത്രി പോലീസും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 2 ദിവസത്തെ വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിക്കും. ജനുവരി 23, 24 തീയതികളിൽ നീർച്ചാൽ മഹാജന സംസ്കൃത കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പഞ്ചായത്ത് പ്രസിഡന്റ് KN കൃഷ്ണഭട്ട് ഉദ്ഘാടനം ചെയ്യും. മംഗലംകളി ജില്ലാതല മത്സരം സംഘടിപ്പിച്ചു. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മത്സരം നടന്നത്. അപൂർവമായി കണ്ടുവരുന്ന മംഗലം കളി മത്സരം കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കിത്താഡ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലാതല മംഗലം കളി മത്സരം നടന്നത്. സ്കൂൾ കലോത്സവ ഇനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള ജില്ലാതല മത്സരമാണ് നടന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 9 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. GHSS ബളാന്തോട് ജേതാക്കളായി. GHSS ബളാൽ 2ാം സ്ഥാനത്തിന് അർഹരായി. മത്സര പരിപാടി കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കാലിച്ചാനടുക്കം സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏകദേശം 9 സ്കൂളുകളെ കൂട്ടിയോജിപ്പിച്ച് സംസ്ഥാന തലത്തിലേക്കും മധ്യതലത്തിലേക്കും എത്തിക്കേണ്ട ഒരു മത്സരമായിട്ട് തന്നെ ഇത് നമുക്ക് കാണാം. ഒരു മംഗലം കളി എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള മത്സരങ്ങളെക്കാളും ഉപരി ഒരു വെറൈറ്റി മത്സരമായിട്ട് നമുക്ക് തോന്നുന്നു. എന്തുകൊണ്ട് മേക്കപ്പില്ലാതെ പല മത്സരം നടത്തുന്നുണ്ടെങ്കിലും കൂടുതൽ മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു നാടൻ കലയായിട്ട് നമ്മൾ കാണുന്ന മംഗലകളി മത്സരം പട്ടികവർഗത്തിന്റെ പ്രത്യേക ഒരു ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ മത്സരമൊക്കെ ഒരു നാടൻ കലയാണ്. കിത്താഡ്സ് ഡയറക്ടർ ഡോക്ടർ S ബിന്ദു അധ്യക്ഷയായി. വാർഡ് മെമ്പർമാരായ അനീഷ്, രൂപേഷ്, കിത്താഡ്സ് മുൻ ഡയറക്ടർ വിശ്വനാഥൻ, മീന, മധു മാസ്റ്റർ, ഫോക്ലോർ ജേതാവ് ഭാസ്കരൻ ചെമ്പേന തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നേടിയ ടീമുകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പ്രദർശന ഇനമായി മംഗലം കളി അവതരിപ്പിക്കും.
പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോട്ടുകാരെ കുപ്പത്തൊട്ടിയായി കണ്ടിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അച്ചടക്ക നടപടിക്ക് വിധേയരായവരെ കാസർഗോട്ടേക്ക് തള്ളുന്നുവെന്ന വാദം ശരിയല്ലെന്നും ചെന്നിത്തല. രോഹിത് വേമുലയുടെ ആത്മഹത്യ പ്രതിഷേധം കത്തുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് SFI. മതസൗഹാർദ്ദത്തിന് ഉദ്യാവാരയുടെ മാതൃക. ഉറൂസിന് വിഭവങ്ങളുമായി ക്ഷേത്ര ഭാരവാഹികൾ. ശമ്പള കമ്മീഷനിൽ അപാകതയുണ്ടെന്ന് ആക്ഷേപം. അധ്യാപകരും ജീവനക്കാരും പ്രകടനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.